friends, welcome to Leenu's Kitchen. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കുന്ന നല്ലൊരു ഓപ്ഷനാണ്, കാരണം ഭയങ്കര ഫില്ലിംഗ് ആണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ ഞാനിവിടെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അവൽ റോസ് മിൽക്ക്. അപ്പോൾ സാധാരണ അവൽ മിൽക്കാണ്, അപ്പോൾ ഞാനിതൊരു റോസ് സിറപ്പും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 2 നല്ല പഴുത്ത ചെറുപഴം എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്കോ ഒരു ഗ്ലാസ്സിലേക്കോ ഒരു ജാറിലേക്കോ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഇട്ട് കൊടുക്കാം, കുറച്ച് പഞ്ചസാര മതിയെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇത് മാഷ് ചെയ്തെടുക്കാം, ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മാഷറാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു ഫോർക്ക് വെച്ചായാലും ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇത് മാഷ് ചെയ്ത് കൊടുക്കുക, അതായത് ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയണം, അതുവരെ ഒന്ന് മാഷ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പഴത്തിൻ്റെ കഷ്ണങ്ങൾ കടിക്കണമെങ്കിൽ ഒത്തിരി മാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. നമ്മുടെ അവൽപ്പാൽ നല്ല തിക്കായിട്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് 2 പേർക്കുള്ള അവൽപ്പാലാണ്, അതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ച ഈ പഴവും പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഗ്ലാസ്സിൽ 3 ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 6 ടേബിൾ സ്പൂണോളം വരും, അതുകൊണ്ട് 2 ഗ്ലാസ്സിലായിട്ട് 3 ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ വെളുത്ത അവൽ എടുത്തിട്ടുണ്ട്. ഇത് ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റത്തേക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്, ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. അതായത് അതിൻ്റെ ആ പച്ച ചുവയൊക്കെ മാറുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തതാണ്. പിന്നെ നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ലൊരു ക്രഞ്ചി ഫീലിംഗ് അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ടിരിക്കുന്ന ആ ഒരു രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഒത്തിരി വറുത്തെടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വറുത്തെടുത്ത അവൽ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഇനി ഇട്ട് കൊടുക്കാം. അതും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 4-5 ടേബിൾ സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവൽ എടുത്തത് ഞാൻ 1 കപ്പ് അവലാണ് എടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാനൊരു റോസ് അവൽ മിൽക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഇത് ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് റോസ് സിറപ്പ് ഗ്ലാസിൻ്റെ സൈഡിൽ ഒന്ന് ഇട്ട് കൊടുത്തതാണ്. അതിനുശേഷം ഞാൻ തണുത്ത പാല്, അതായത് തിളപ്പിച്ചിട്ട് തണുപ്പിച്ച പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഗ്ലാസിൻ്റെ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വാനില ഐസ്ക്രീമാണ്. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം. അത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്കിപ്പോൾ ഐസ്ക്രീം കയ്യിലില്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഐസ്ക്രീം ഇല്ലാതെ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ ഞാനിവിടെ 1-2 ടീസ്പൂൺ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഓപ്ഷണലാണ്. ഇപ്പം നിങ്ങൾക്ക് റോസ് ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം, അല്ലാതെ തന്നെ അവൽപ്പാലാക്കി എടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ബദാം ഒന്ന് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം, വേണമെങ്കിൽ കാഷ്യൂനട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കപ്പലണ്ടി യൂസ് ചെയ്യാം, അതൊക്കെ വേണമെങ്കിൽ വറുത്തിട്ടും ഇടാം. ഇപ്പോൾ ബദാം എടുക്കുന്നതുകൊണ്ട് ഞാൻ വറുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ അവസാനം ഞാൻ കുറച്ച് കോൺഫ്ലെക്സ് ഒന്ന് ക്രഷ് ചെയ്തത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പൊടിച്ച് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലെക്സും ഓപ്ഷണലാണ്, പക്ഷെ ഒരു കടി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ് കോൺഫ്ലെക്സ് ഇതിൽ ഇടുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ ബിസ്ക്കറ്റും പൊടിച്ചിടാം. പിന്നെ ഇതിൽ നമ്മൾ റോസ് സിറപ്പ് ചേർക്കുന്നുണ്ട്, ആ ഒരു ഡിഫറെൻ്റ് ഒരു ഫ്ലേവർ ഉണ്ട് ഈ അവൽപ്പാലിന്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ അവൽപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് നല്ലൊരു ഓപ്ഷനാണ്, കാരണം നല്ല ഫില്ലിംഗ് ആണ്, കുറേ നേരത്തേക്ക് പിന്നെ വിശക്കത്തില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഐസ്ക്രീമൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം, ഐസ്ക്രീം കയ്യിലില്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. അപ്പോൾ വീണ്ടും വേറൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ലീനൂസ് കിച്ചൻ.